ഇന്ന് നമ്മൾ സ്മഗ്ലിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗോൾഡ് സ്മഗ്ലിംഗ്, ഡ്രഗ് സ്മഗ്ലിംഗ്, എന്തിന് മനുഷ്യ കടത്തുകൂടി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കടത്ത്, ഈ ഒരു സ്മഗ്ലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് മറ്റൊന്നുമല്ല, ആൻഡ് സ്മഗ്ലിംഗ് ആണ്. അതെ, മനസ്സിലായില്ലേ? ആൻസ്, ഉറുമ്പുകളില്ലേ, ഉറുമ്പുകൾ, അത് തന്നെ. ഉറുമ്പുകളുടെ സ്മഗ്ലിംഗ് അഥവാ കടത്ത് ആണ് ഞാൻ പറഞ്ഞ ആൻഡ് സ്മഗ്ലിംഗ്. എന്താണ് ആൻഡ് സ്മഗ്ലിംഗ്? എങ്ങനെ, എവിടെ, എന്തിന്? നമുക്ക് ഉത്തരം തരാം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. പറഞ്ഞു വന്നത് ആൻഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ചാണ്. ഇതാ മനുഷ്യൻ ഇപ്പോൾ പാവം ഉറുമ്പുകളെയും കടത്തുന്നു. ഇക്കഴിഞ്ഞ മെയ് മാസമാണ് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ കെനിയ അവരുടെ ജോമോ കെനിയാറ്റ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് 4 ആൻഡ് ഗാങ് സ്മഗ്ലേഴ്സിനെ പിടികൂടിയത്. ആയിരക്കണക്കിന് ഉറുമ്പുകളെയാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടിയത്. യൂറോപ്പിലും ഏഷ്യയിലും വിൽക്കുവാൻ ഉദ്ദേശിച്ചാണ് ഇവർ ഈ ഉറുമ്പുകളെ കടത്തിയത്. 4 പേരെയാണ് ആദ്യം പിടികൂടിയത്. 2 ഗാങ്ങുകൾ. കൗമാരപ്രായത്തിലുള്ള 2 ബെൽജിയം പൗരന്മാർ ഒരു ഗാങ്ങും, ഒരു വിയറ്റ്നാം പൗരനും ഒരു കെനിയൻ പൗരനും ഇവരായിരുന്നു മറ്റൊരു ഗാങ്ങും. ഇവരെയായിരുന്നു പിടികൂടിയത്. ഇവരുടെ ഗ്രൂപ്പിന് സ്വയം കൊടുത്തിരുന്ന പേരായിരുന്നു ആൻഡ് ഗാങ്. എക്സോട്ടിക് പെറ്റ് ട്രേഡ് മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്നവയായിരുന്നു ഈ ഉറുമ്പുകൾ. മെസോർ സെഫലോട്സ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ ആഫ്രിക്കൻ ഹാർവസ്റ്റർ ആൻസ് ഈസ്റ്റ് ആഫ്രിക്കയിൽ കണ്ടുവരുന്ന നല്ല വലിപ്പമുള്ള ഒരു ഇനം ഉറുമ്പുകളാണ്. ഈ ഇനത്തിലെ റാണി ഉറുമ്പുകൾക്ക് 2.5 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകും. കാഴ്ചയ്ക്ക് വലുതും നല്ല ചുവന്ന നിറത്തിലുള്ള തലയുമാണ് ഇവർക്കുള്ളത്. എത്യോപ്യ, ടാൻസാനിയ, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവരെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മെസോർ സെഫലോട്സിൻ്റെ കോളനികളെല്ലാം മോണോഗൈനസ് ആണ്. ഒരു റാണിയും 5000 വർക്കേഴ്സും, അതാണ് ഒരു കോളനിയുടെ സൈസ്. ഇത്ര വിചിത്രമായ ഈ കടത്തിൻ്റെ പിന്നിൽ എന്താണ് ആളുകൾ ഇങ്ങനെ ഉറുമ്പുകളെ വാങ്ങുന്നത്? മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളായിരുന്നു ഒരു കാലത്ത് കെനിയയിലെ ഏറ്റവും വലിയ സ്മഗ്ലിംഗ് ഗുഡ്സ്. ആനക്കൊമ്പുകൾ, കാണ്ടാമൃഗങ്ങളുടെ കൊമ്പ്, പാങ്കോളിൻസ് മാംസത്തിനും അതിൻ്റെ സ്കെയിൽസിനുമായി ഒക്കെയായിരുന്നു കടത്തിയിരുന്നത്. ലക്ഷക്കണക്കിന് ഡോളറുകൾ കൈമറിയുന്ന വലിയൊരു കള്ളക്കടത്ത് വസ്തുക്കളായിരുന്നു ഇവയെല്ലാം. സാധാരണഗതിയിൽ വലിയ മൃഗങ്ങളായിരുന്നു ഈ കള്ളക്കടത്തുകാരുടെ കെണിയിൽ വീണിരുന്നത്. ഇപ്പോൾ ട്രാഫിക്കിങ്ങിൻ്റെ ട്രെൻഡ്സ് തന്നെ മാറിപ്പോയിരിക്കുന്നു. പുതിയ കാലത്തെ കടത്ത് ചെറിയ ജീവികളും പ്രാണികളുമായി മാറിയിരിക്കുന്നു. കള്ളക്കടത്തുകാരുടെ ഫോക്കസ് തന്നെ അധികം അറിയപ്പെടാത്ത തരം ഉറുമ്പുകൾ പോലെയുള്ള ചെറു ജീവികൾക്ക് ഇപ്പോൾ വഴി മാറിയിരിക്കുന്നു. 2 ബെൽജിയൻ പൗരന്മാരെയാണ് കെനിയ അറസ്റ്റ് ചെയ്തത്. വൈൽഡ് ലൈഫ് പൈറസി ആയിരുന്നു ചാർജ്. ആയിരക്കണക്കിന് ഉറുമ്പുകളായിരുന്നു ഇവർ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്നും കണ്ടെത്തിയത്. 5000 ഉറുമ്പുകളെയാണ് ഇവർ 2000 മോഡിഫൈഡ് ടെസ്റ്റ് ട്യൂബുകളിൽ പഞ്ഞിയും ചേർത്ത് പാക്ക് ചെയ്ത് സൂക്ഷിച്ചത്. പഞ്ഞി ചേർത്ത് പാക്ക് ചെയ്യുമ്പോൾ മാസങ്ങളോളം ഉറുമ്പുകൾ ജീവനോടെ ഇരിക്കും. ഇതേപോലെ തന്നെയായിരുന്നു ഒരു കെനിയൻ പൗരനെയും ഒരു വിയറ്റ്നാം പൗരനെയും അറസ്റ്റ് ചെയ്തത്. നൈറോബിയിലെ അവരുടെ ഫ്ലാറ്റിൽ നിന്നും അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉറുമ്പുകളെ ഇവരും ടെസ്റ്റ് ട്യൂബിലാക്കി സൂക്ഷിച്ചിരുന്നു. എന്തിനാണ് ഇവർ ഇങ്ങനെ ഉറുമ്പുകളെ സ്മഗിൾ ചെയ്യുന്നത്? വളരെ ലുക്രേറ്റീവായ ഒരു ബിസിനസ്സാണ് ഇത്. ഈ ഉദ്യമത്തിൽ ഇവർ വിജയിച്ചിരുന്നു എങ്കിൽ അവർക്ക് ലോട്ടറി അടിച്ചിരുന്നേനെ. എന്നിരുന്നാലും ഓരോരോ മാർക്കറ്റിന് അനുസരിച്ച്, അതേപോലെ ഉറുമ്പുകളുടെ സ്പീഷീസ് അനുസരിച്ച് ഇവയുടെ വില വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും ഓരോ ജയൻ ആഫ്രിക്കൻ ഹാർവസ്റ്റർ ഉറുമ്പിനും 130 മുതൽ 220 ഡോളറിന് വരെ വിൽക്കാം എന്നതാണ് ഇപ്പോഴത്തെ വില. അപ്പോൾ പിന്നെ 5000 ഉറുമ്പുകളുടെ വില പറയേണ്ടതുണ്ടോ? ആവറേജ് $200 വെച്ച് കണക്കാക്കിയാൽ പോലും ഏകദേശം $10 ലക്ഷം വരെ ലഭിക്കുമായിരുന്ന ഒരു കച്ചവടമാണ് കെനിയൻ പോലീസും വൈൽഡ് ലൈഫ് ഫോഴ്സും ചേർന്ന് തകർത്തത്. ചോദ്യം ഇതാണ്: എന്തിനാണ് ആളുകൾ ഈ ഉറുമ്പുകളെ ഇങ്ങനെ വില കൊടുത്തു വാങ്ങുന്നത്? പല സ്ഥലങ്ങളിലും ആളുകൾ ഈ ഉറുമ്പിനെ പെറ്റ് ആയി സൂക്ഷിക്കുന്നു. ഈ സ്പീഷീസിൻ്റെ കളക്ടേഴ്സ് അവയെ സ്പെഷ്യൽ ഹാബിറ്റാറ്റിൽ സൂക്ഷിക്കുന്നു. ഇവയ്ക്ക് ഫോർമിക്കേറിയം എന്നാണ് പേര്. ഉറുമ്പുകളെക്കുറിച്ച് പഠിക്കുവാനും അവരെങ്ങനെയാണ് കോളനികൾ നിർമ്മിക്കുന്നത് എന്നറിയുവാനും വെറും പെറ്റ് എൻക്ലോഷറായും ഫോർമിക്കേറിയംസ് ഇവർ ഉപയോഗിക്കുന്നു. കെനിയ പോലെ ഒരു രാജ്യം ബയോഡൈവേഴ്സിറ്റിക്ക് വളരെ പ്രശസ്തമാണ്. ഇക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുവാൻ ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അവർ കാത്തുസൂക്ഷിക്കുന്നത്. എന്തായാലും ഉറുമ്പുകളുടെ ഈ ട്രാഫിക്കിങ്ങിൻ്റെ കാര്യത്തിൽ കെനിയ ഒട്ടും സന്തുഷ്ടരല്ല.
കെനിയയുടെ ബയോഡൈവേഴ്സിറ്റിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അതുണ്ടാക്കുന്ന ഇക്കോളജിക്കൽ അതേപോലെ ഇക്കണോമിക്കൽ ആനുകൂല്യങ്ങളെ പ്രാദേശികമായ കമ്മ്യൂണിറ്റികളെയും റിസർച്ച് സ്ഥാപനങ്ങളെയും സാരമാത്രമായി ബാധിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. കെനിയയിൽ തന്നെ ഇങ്ങനെയൊരു കേസ് ആദ്യത്തേതാണ്. ആൻറ്റി ബയോ പൈറസി നിയമങ്ങൾ ജനറ്റിക് വിഭവങ്ങളുടെ ഉപയോഗം സംബന്ധിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയായ നഗോയ പ്രോട്ടോക്കോൾ, ഇതിൻ്റെ എല്ലാം നഗ്നമായ ലംഘനമായിട്ടാണ് കെനിയ ഈ വിഷയത്തെ കാണുന്നത്. ഈ ആഫ്രിക്കൻ ഹാർവസ്റ്റർ ഉറുമ്പുകൾ ഇക്കോളജിയുടെ ഒരു വലിയ ഭാഗമാണ്. സ്വാഭാവികമായ മണ്ണിൻ്റെ പ്രത്യേകതകൾ കാത്തുസൂക്ഷിക്കുന്നതിൽ ഇവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രകൃത്യാ തന്നെ ഇവരെ നാച്ചുറൽ സോയിൽ എഞ്ചിനീയേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിത്തുകളുടെ വിതരണത്തിലും ന്യൂട്രിയൻ സൈക്കിൾ നിലനിർത്തുന്നതിനും വെള്ളത്തിൻ്റെ ഫിൽട്രേഷനും ഒക്കെ ഈ ഉറുമ്പുകൾക്ക് അസാധാരണമായ കഴിവുകൾ ഉണ്ട്. കെനിയൻ ചോളപ്പാടങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന കട്ട്വേംസ് പോലെയുള്ള കീടങ്ങളെ നശിപ്പിക്കുന്നതിൽ ഈ ഹാർവസ്റ്റർ ഉറുമ്പുകൾക്ക് നല്ലൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ചോളപ്പാടങ്ങളിൽ കർഷകർക്ക് പ്രാക്ടിക്കലി കീടനാശിനി ഉപയോഗിക്കേണ്ടി വരാറേയില്ല. ഇങ്ങനെ ഉറുമ്പുകളെ രാജ്യാന്തര തലത്തിൽ കടത്തുന്നത് ഉറുമ്പുകൾ വഴി അസുഖങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നൊരു വലിയ ഭീഷണിയുടെ സാധ്യത കൂടി ഇവിടെയുണ്ട്. പുതിയ അസുഖങ്ങൾ എവിടെ ഉണ്ടായാലും കൈകാര്യം ചെയ്യുക എന്നത് ഏത് രാജ്യത്തിനാണെങ്കിലും വലിയ വെല്ലുവിളിയാണ്. ലോകത്താകമാനം 12,000 ഉറുമ്പുകളുടെ സ്പീഷീസാണുള്ളത്. ഉറുമ്പുകളെ പെറ്റ്സായി സൂക്ഷിക്കുവാൻ കുറേ രാജ്യങ്ങളെങ്കിലും അനുമതി കൊടുക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഇവരുടെ ഇറക്കുമതിക്ക് കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. ഇതാണ് ആൻഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് പറയുവാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.